അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയലയും ചെമ്മീനും ഒന്നും അല്ല കേട്ടോ, പക്ഷെ കരിമീനുണ്ട്, നമ്മുടെ സ്വന്തം കരിമീൻ. എങ്കിൽ ഇന്നൊരു കരിമീൻ്റെ കഥയായാലോ. ഞങ്ങൾ കൊല്ലംകാർക്കുണ്ടല്ലോ, മീനില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അത് മാത്രമല്ല, ഒരു മീൻകറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഞങ്ങൾ ഹാപ്പി. ആദ്യം തന്നെ കരിമീനിനെ നന്നായിട്ട് കുളിപ്പിച്ച് സുന്ദരിയാക്കി എടുക്കാം. വെറുതെ അങ്ങ് കുളിപ്പിച്ച ഒരു രസമൊന്നുമില്ലല്ലേ. അപ്പൊ നമുക്ക് എണ്ണത്തോണിയിൽ കിടത്തി ഒരു നീരാടലങ്ങ് നടത്താം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നല്ല പുളിവെള്ളത്തിൽ കിടത്തി ഒന്നും കൂടെ കുളിപ്പിക്കാം. ആ, കുറച്ചു നേരം അങ്ങനെ കിടക്കട്ടല്ലേ. അങ്ങനെ കരിമീൻ പുളിവെള്ളമായിട്ട് നീരാടുന്ന സമയത്ത് നമുക്ക് കരിമീനുള്ള അരപ്പ് തയ്യാറാക്കിയാലോ. എന്താ, ആദ്യം തന്നെ തിരികിയ തേങ്ങ വറുത്തെടുക്കാവേ. മറ്റുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കാൻ മറക്കരുത് കേട്ടോ. കൂട്ടിന് കുറച്ച് കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർക്കണം. തൂവെള്ള നിറമുള്ള തേങ്ങ അതിങ്ങനെ ചട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിറം ഇങ്ങനെ മാറി വരുവേ. അപ്പോഴേക്കും എരിവിന് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കൂട്ടിന് കുറച്ച് ഉലുവാപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ദേ വീണ്ടും നിറം മാറി വരുന്നു. മനുഷ്യന്റെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. പല നിറങ്ങൾ ഇങ്ങനെ മാറി മാറി മാറി, ചിരിയുടെ നിറവും കണ്ണീരിന്റെ നിറവും സ്വപ്നങ്ങളുടെ നിറവും, അങ്ങനെ അങ്ങനെ. ഇനി മീൻകറിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ മൺചട്ടിയിലേ വെക്കാറുള്ളൂ കേട്ടോ. കുറേ നാളായിട്ടുള്ള ശീലമാണത്. ഒരുപാട് ശീലങ്ങൾ മാറുമ്പോഴും എന്തെങ്കിലുമൊക്കെ മാറാത്തതായിട്ട് വേണ്ടേ അല്ലേ. ആദ്യം തന്നെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ, എണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാതെ, പണ്ടെന്റെ മാത്സിന്റെ പേപ്പർ കിട്ടുന്നതിൻ്റെ തൊട്ട് പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ, പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ, കൂട്ടിന് കുറച്ച് ഉലുവയും കൂടെ ആവാം കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ. അപ്പം കൂട്ടിന് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം വരുന്ന ഒരു മണമുണ്ട് എൻ്റെ സാറേ, അടുക്കള കംപ്ലീറ്റ് ആയിട്ട് ഒരു മീൻകറിയുടെ മണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ തക്കാളി അതിലിട്ടതിന് ശേഷമേ നമ്മൾ നേരത്തെ വറുത്ത് കൊരി വെച്ചേക്കുന്ന തേങ്ങയില്ലേ, അത് നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ചട്ടിയിലോട്ട് അതിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒരു സംശയമാണ്, കുറച്ച് കാത്തിരിപ്പിന് ശേഷം ഇവർ രണ്ടുപേരും സംഗമിക്കുന്ന അപൂർവ സംഗമം. അപ്പം കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം തേങ്ങയും ഉള്ളിയും തമ്മിലുള്ള സ്നേഹം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ, ദേ അതിലേക്ക് കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഓരോ വീട്ടിലും ഓരോ രുചിയല്ലേ. ഇവിടെ പുളിയോട് കുറച്ച് അഗാധമായിട്ടുള്ള പ്രേമമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം വാളംപുളിക്ക് കൂട്ടായിട്ട് കുതിർത്തെടുത്ത കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. കൂടെ ഉപ്പും എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരും. അങ്ങനെ തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് കരിമീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആഹാ, നീന്തി തുടിച്ചതേ കരിമീൻ ചട്ടി കിടന്ന് എരിവിനോടും പുളിയോടും ഉപ്പിനോടും ഒക്കെ മത്സരിക്കുന്ന കണ്ടില്ലേ. ഇങ്ങനെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിലോട്ട് നല്ല ഒന്നാം തരം വറുത്തരച്ച കരിമീൻ കറിയായിട്ട് അമ്മ ദേ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്കിന്ന് എന്താന്ന് ചോദിച്ചാൽ വറുത്തരച്ച കരിമീൻ കറിയും പയറ് തോരനും കോഴിക്കറിയും തേങ്ങാ ചമ്മന്തിയും നല്ല നാരങ്ങ അച്ചാറും. വയറ് നിറഞ്ഞു.